ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ജ്ഞാനായ സഭ. ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈൻ ചാനലുകളിലും അധിക്ഷേപിക്കുകയാണെന്നും സഭ ആരോപിച്ചു. കോട്ടയം അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും കാരിത്താസ് ആശുപത്രിയെയും അവഹേളിക്കാൻ ശ്രമം നടക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സഭ കോട്ടയം എസ്.പിക്ക് പരാതി നൽകിയിരുന്നു. കൂടാതെ ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ജ്ഞാനായ സഭ ആവശ്യപ്പെട്ടു. മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പരാതിയിൽ പറയുന്നു. ഇതേ തുടർന്ന് അമലഗിരി കാരിത്താസ് റോഡിലെ LS പാർക്കിൽ വെച്ചും ഷൈനിയുടെയും മക്കളുടെയും അനുശോചന പരിപാടി നടന്നു. ഇതിൽ ജ്ഞാനായ സഭ വിശ്വാസികൾ പങ്കെടുക്കുകയും ഉണ്ടായി. ഈ സായം സന്ധ്യയില് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽ നിന്നും പിരിഞ്ഞുപോയ, വേർപെട്ടുപോയ, അകാല മരണത്തിലേക്ക് പോയ ഷൈനയുടെയും അലീനയുടെയും ഇവാന മോളുടെയും ആകസ്മികമായി ഉണ്ടായ നിര്യാണത്തിൽ അനുശോചിക്കുവാനും അവർക്കൊരു സഹായഹസ്തമായിട്ട് നിൽക്കേണ്ട ഭർത്തു വീട്ടുകാരും സ്വന്തം വീട്ടുകാരും ഈവൻ നമ്മുടെ സഭയും സമുദായവും വരെ പ്രതിക്കൂട്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെതിരെ പ്രതിഷേധിക്കുവാനും നമ്മുടെ ഹൃദയവേദന എന്തെന്ന് രേഖപ്പെടുത്തുവാനും ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ സമുദായത്തില്, നമ്മുടെ സഭകളില്, നമ്മുടെ കുടുംബങ്ങളില് ആവർത്തിക്കരുതെന്ന ഒരു മുന്നറിയിപ്പോടുകൂടി അതിന് കാരണക്കാരായിട്ടുള്ളവരെ നിയമത്തിന്റെ വഴിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ആത്മാർത്ഥമായ ഒരു ചുമതലയും കൂടി ഏറ്റെടുക്കുവാനാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ പ്രസിദ്ധ കവി കടമ്മനിട്ടയുടെ കുറത്തി എന്ന സുപ്രസിദ്ധ കവിതയിലെ ഏതാനും വരികൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരികയാണ്. നിങ്ങളെന്റെ കറുത്ത മക്കളെ ചുട്ടുകൊല്ലുന്നോ, നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂണ്ടെടുക്കുന്നോ, നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടങ്ങൾ കുളം തോണ്ടുന്നോ, നിങ്ങളറിഞ്ഞോ നിങ്ങളാരെന്ന് നിങ്ങളോർക്കുക, നിങ്ങളാരെന്ന്. സത്യത്തിൽ ഇത് നമുക്ക് നേരെയുള്ളൊരു ചൂണ്ടുപലകയില്ലേ. ഇവിടെ കറുത്ത മക്കൾക്ക് പകരം നമ്മുടെ സ്വന്തം മക്കൾ, നമ്മള് അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയല്ലേ ചെയ്തത്, അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയല്ലേ ചെയ്തത്, അവരുടെ കുഴിമാടങ്ങൾ പോലും കുളം തോണ്ടുകയല്ലേ ചെയ്തത്. ഇത് സമൂഹത്തിന് നേരെയുള്ള ശരിക്കുമുള്ള ഒരു അഗ്നിസ്ഫുലിംഗമാണ് ഈ കവിത. അതിന്നിവിടെ അന്വർത്ഥമായിട്ട് എനിക്ക് തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫെബ്രുവരി 28-ാം തീയതി പുലക്കാല സ്വപ്നങ്ങള് പകുതി വഴിക്കും ഇടയ്ക്കും വെച്ച് നിർത്തി കലകളാരവങ്ങൾ കേട്ട് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഉണർന്നടിക്കുന്ന ഓരോ മലയാളിയും തെളിഞ്ഞ ആകാശത്തില് ചുവന്ന തുടുപ്പോടെ സൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ നിന്ന് എഴുന്നള്ളി വരുമ്പോൾ വെള്ളക്കതിരുകള് നമ്മുടെ ഈ കരയെ തൊട്ടുണർത്തുമ്പോൾ പ്രതീക്ഷയുടെ പുതിയ പുതിയ ആഗ്രഹങ്ങളുടെ നിവൃത്തിക്കായിട്ട്, പുതിയ പുതിയ പ്രതീക്ഷകളുടെ നിവൃത്തിക്കായിട്ട് എല്ലാവരും ഉണർന്നിരിക്കുന്ന സമയത്ത് കൊടുങ്കാറ്റ് പോലെ നമ്മുടെ തെളിഞ്ഞ ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുപൂടി ഓരോ മലയാളി ഹൃദയങ്ങളെയും ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത വന്നു. ഷൈനയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും, സൂര്യക്കതിരുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തു. സത്യമായിട്ടും 2-3 ദിവസത്തേക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ പല രാജ്യങ്ങളിൽ നിന്നും പലരും വിളിച്ചു ഇതിന്റെ സത്യാവസ്ഥകൾ അറിയാനായിട്ട്, ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. നേരിട്ട് കണ്ട് ഒരുപാട് പേര് സംസാരിച്ചു. അവരൊക്കെ പങ്കുവച്ച ഒരനുഭവം, ഞങ്ങൾക്കാർക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രികൾ. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം സുഖമായിട്ട് ഇറങ്ങിയ കുറെ പേരുണ്ട്. ഷൈനിയുടെ വീട്ടുകാര്, ഭർത്ത് വീട്ടുകാര്, സഭയും അധികാരികളും. അവരവിടെ സുഷുപ്തിയില് സുഖമായിട്ടുറങ്ങുന്ന ഒരവസരത്തില്
ഹൃദയമിടിപ്പോടെ ചങ്ക് കത്തി നിന്ന ഒരുപാട് ആളുകൾ, ജ്ഞാനായക്കാര് മാത്രമല്ല, മലയാളക്കരയിലെ നാനാ ജാതി ആൾക്കാർ. അപ്പോൾ ആ മരണത്തിൽ അനുശോചിക്കുവാനും അതിൻ്റെ പ്രതിഷേധ സ്ഫുലിംഗങ്ങൾ നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിക്കാനും വേണ്ടി നമ്മുടെ ഈ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. നമ്മുടെ സ്വാഗത പ്രസംഗിയൻ ബുജിയെ നമ്മുടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം നമ്മുടെ ട്രഷറർ KCSന്റെ ട്രഷറർ ജോമോൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ യോഗാധ്യക്ഷൻ നമ്മുടെ എബ്രഹാം പുതിയടശ്ശേരിയെയും യോഗാധ്യക്ഷനായ നമ്മുടെ എബ്രഹാം പുതിയടശ്ശേരിയെ ക്ഷണിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ചില സാഹചര്യത്തിൽ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് യോഗം ശകലം താമസിച്ചു പോയി. അതിന് എല്ലാവരോടും ക്ഷമാപണം ചോദിക്കുന്നു. രണ്ടാമത്, ഷൈനിയുടെയും ഈ രണ്ട് കുഞ്ഞു മക്കളുടെയും മരണത്തിൽ KCS എന്ന സംഘടന ഇങ്ങനെയൊരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചതിന് അതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികളെയും അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ കൂടെ എനിക്കൊന്ന് പറയാനുള്ളത്, ഷൈനിയുടെ അന്നുണ്ടായ ഒരു ചെറിയ, എല്ലാവരും വീഡിയോയും കാര്യങ്ങളും എല്ലാം കണ്ടിരുന്നു, എന്നാൽ എൻ്റെ മനസ്സിൽ സ്പർശിച്ച, എനിക്ക് നിങ്ങളോട് പറയണം എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഷൈനിയുടെ വീട്ടിൽ നിന്നും പോന്ന ആ ഒരു ദിവസം ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ ഫാദർ ബേബി ചേട്ടൻ, ആ ബേബി ചേട്ടന് ക്യാൻസർ കാര്യങ്ങളുമായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ബേബി ചേട്ടനെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധത്തിലുള്ള കോട്ടയംകാരായ 2 പേര് ഭാര്യ ഭർത്താവും അവിടെ വന്നു. ചായ എല്ലാം കുടിച്ചു. അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ നോബി ഓടി വന്ന് കയറി റൂമിലോട്ട് പോയി. എന്നിട്ട് അവിടെ ചവിട്ടും തൊഴിയും ബഹളങ്ങളും പിള്ളേരുടെ കരച്ചിൽ എല്ലാം ആയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇദ്ദേഹത്തിനോട് വന്ന ഭാര്യ ഇങ്ങോട്ട് കയറി ചെന്നു. നീ എന്താടായി കാണിക്കുന്നത്? ഇങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ? നീ അത് നിർത്ത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ വീണ് കിടക്കുമായിരുന്നു പറഞ്ഞു. എന്നിട്ട് ഇവൻ തൊഴിക്കുക, ചവിട്ടുക. അപ്പം പറഞ്ഞു, ആ ചേച്ചി അതൊക്കെ വേണ്ട, നോബിച്ചേട്ടൻ എന്നെ എന്തെങ്കിലും ചെയ്തോട്ടെ, ഞാനതെല്ലാം, എനിക്കതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾ ഈ ഷൈനിയുടെ ഷൈനിയുടെ അല്ല, ഈ നോബിയുടെ കാലെ പിടിച്ചു, പപ്പ അമ്മേനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് കിടന്ന് കരയുകയാണെന്ന് പറഞ്ഞു. അത് നേരിട്ട് കണ്ട ദൃക്സാക്ഷികളാണ്. അത് പറഞ്ഞിരിക്കുന്നത് കരിങ്കുന്നത്തെ ഇവരുടെ വാർഡ് മെമ്പർ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, തൂഫാൻ തോമസ് എന്ന് പറയുന്ന ആളാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഈ മീഡിയയിലൊന്നും വരാതിരുന്നിട്ട് ലാസ്റ്റ് ക്ഷമകെട്ട് ഇങ്ങനെ ഒത്തിരി പ്രഷർ ചെയ്തതിന് ശേഷമാണ് നാട്ടുകാർ ഇതുകൂടി ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ചിലർ കേട്ട് കാണും, എങ്കിലും കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് വിഷമം തട്ടുന്ന എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങളൂടെ അറിഞ്ഞോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞത് മാത്രം. നിറയൗവനത്തിലൂടെ കടന്നുപോയ ഷൈലയും വിടരാൻ കൊതിച്ചു നിന്ന 2 പൂമുട്ടുകളായ ആ പിഞ്ചു കുഞ്ഞുങ്ങളും അവരുടെ നിര്യാണം അല്ലെങ്കിൽ അവരുടെ ആകസ്മിക വേർപാട് എന്തിനെ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട KCSന്റെ സെക്രട്ടറി എബ്രഹാം പുതിയടശ്ശേരിയെ ക്ഷണിക്കുകയാണ്. വിശ്വസിയായിരിക്കട്ടെ. ഞാൻ നിങ്ങളിൽ ഒരുവനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് അവറാശൻ എന്നാണ്, പുതിയടശ്ശേരി വീട്ടുപേര്. മനഃപൂർവ്വം ഞാൻ ഈ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നാണ്. വിശുദ്ധ 10-ാം പിയൂസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വീട്ടിൽ നിന്ന് ഞാനത് ചുമന്നുകൊണ്ട് വരാനൊരു കാര്യമുണ്ട്. വിശുദ്ധനായ 10-ാം പിയൂസ് തിരുത്തപ്പെടാനാവാത്ത തരത്തിൽ ഒരു ഡിക്രിയിലൂടെ തെക്കും ഭാഗനെ വടക്കും ഭാഗരിൽ നിന്നും വേർപെടുത്തി അവർക്ക് മാത്രമായിട്ടൊരു രൂപത സ്ഥാപിച്ചു. ആ തെക്കും ഭാഗരുടെ ഒരുമയിലും തനിമയിലും സന്തോഷിച്ച ഒരു ജനതതി, അവരെ കണ്ട് അസൂയപ്പെട്ട മറ്റ് സമുദായങ്ങൾ സകലരും അസൂയയോടെ നോക്കിക്കണ്ട ഒരു സമുദായം. കത്തോലിക്കരുടെ പൊതുവെ ഗതി മോശമാണ്, എന്നാൽ പോലും അതെന്തു ആയിക്കോട്ടെ. പക്ഷേ ക്രിസ്ത്യാനി എന്ന് കേട്ടാൽ അഭിമാന പുളകിതമാകണം അന്തരംഗം, തെക്കും ഭാഗൻ എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ്. വിശുദ്ധ 10-ാം പിയൂസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് താണു വീണ് കേണ് അപേക്ഷിക്കുകയാണ്. ഇത് ഒരു ജ്ഞാനായ കാത്തലിക് സൊസൈറ്റി എന്ന സംഘടനയുടെ ഉത്തരവാദിത്വമല്ല, ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇനിയും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി അവറാൻ ചേട്ടാ. സത്യത്തിൽ നമ്മുടെ ഇടയിൽ ഇതുപോലുള്ള വിപത്തുകൾ നടക്കുമ്പോൾ അവറാൻ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളും പ്രതികളല്ലേ? കണ്ണടച്ച്, കാഴ്ച മറിച്ച്, ചെവി അടച്ച്, കേൾവി നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ഒന്നും മിണ്ടണ്ട, ഒന്നും ആരോടും പറയണ്ട, അങ്ങനെ പോകുന്ന നമ്മൾ ഓരോരുത്തരും ഇവിടെ പ്രതികളല്ലേ? സത്യത്തിൽ ചിന്തിച്ചു നോക്കണം. അപ്പോൾ ഇനി നമ്മുടെ ഇടയിൽ ഇങ്ങനൊരു വിപത്തുകൾ ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾക്കിനി എന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പോട്ടെ, ഇനി എന്ത് ചെയ്യാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, സാധാരണ ഉദ്ഘാടന പ്രാസംഗികനാണ്, ഉദ്ഘാടനത്തിനാണ് തിരികെത്തിക്കുക. പക്ഷെ ഇവിടെ നമ്മളിൽ നിന്ന് മറഞ്ഞുപോയ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ മനഃപൂർവ്വം നമ്മുടെ സഭയും സമുദായവും വീട്ടുകാരും കുടുംബങ്ങളും നമ്മുടെ സമൂഹവും കണ്ണടച്ചിരുട്ടാക്കി മരണത്തിലേക്ക് തള്ളിവിട്ട ആ കൂരിരുളിൽ നിന്ന് പ്രത്യാശയുടെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, കരുതലിൻ്റെ തിരിയാണ് നമ്മളിവിടെ തെളിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ഇടവക്കാരും വന്ന് ആ തിരി തെളിക്കുക. ആ സംയുക്തമായിട്ട് നമുക്ക് മുന്നേറാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ ഇടവകളിൽ നിന്ന്, നമ്മുടെ സമുദായത്തിൽ നിന്ന്, നമ്മുടെ സഭയിൽ നിന്ന് ഇതുപോലുള്ള ഈ വിപത്തുകൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് സംഘടിക്കാം. ദയവായിട്ട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നീണ്ടൂര്, ചുങ്കം, കുറുമുള്ളൂർ, കിടങ്ങൂർ, ഒളശ, പാച്ചിറ, പിന്നെ കൈപ്പുഴ, അപ്പം ഇത്രയും ഇടവക്കാർ ഇവിടെ വരണം. ദയവായിട്ട് കാരിത്താസ് ഇടവക്കാർ, നീണ്ടൂര്, ചുങ്കം, കുറുമുള്ളൂർ, കിടങ്ങൂർ, കാരിത്താസ്, ഒളശ, പാച്ചിറ, നിങ്ങൾ ദയവായിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും ആ ഇടവയെ പ്രതിനിധീകരിച്ച് മുമ്പോട്ട് വരണം. പിന്നെ വേറെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരും ദയവായിട്ട് കിടന്നു വരണം. ഏത് ഇടവക്ക പറഞ്ഞതിൽ ഏതെങ്കിലും ഇടവ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. കുറുമുള്ളൂരാണ് ഇപ്പോൾ കത്തിച്ചത്. നീണ്ടൂര്, പാച്ചിറ, ആദ്യം കാരിത്താസ് എന്ന് വന്നേ. അത് ഇവിടെ ഏറ്റവും അടുത്ത ഇടവക കാരിത്താസുകാരാ. ഈ മീറ്റിംഗ് കഴിഞ്ഞതുകൊണ്ട്, ഈ തിരി കത്തിച്ചതുകൊണ്ട് തീരരുത്. ഈ തിരി കത്തിച്ചവരുടെ ഫോട്ടോ ഉണ്ട്, ദയവേത് ഞാൻ വിളിക്കുന്നില്ല. പാച്ചിറ, ഓക്കെ. അടുത്ത രണ്ട് ഇടവക്കാര് ഇവിടെ ഉണ്ടോ? മാന്നാനം, ഇവിടെ അടുത്തുള്ള ഇടവക്കാർ. മാന്നാനം ആരാ ഉള്ളേ? ഒന്ന് വന്നേ. ചുങ്കം, കേട്ടതാണ്, അത് കുഴപ്പമില്ല. ചുങ്കം ഇടവക. പാച്ചിറ, അടുത്തത് ആശംസാ പ്രസംഗത്തിനായിട്ട് ഡോക്ടർ ജോബി എലക്കാട്ട് നീണ്ടൂരിനെ ക്ഷണിക്കുകയാണ്. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയ ജ്ഞാനായ സഹോദരങ്ങളെ, ഇന്ന് ഇവിടേക്ക് കടന്നു വരുവാൻ വ്യക്തിപരമായി എന്നെ സ്വാധീനിച്ച രണ്ട് ഘടകം, നമ്മുടെ സമുദായം കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നമ്മെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്ന രണ്ട് വാക്കുകൾ. ഒന്ന്, എൻഡോഗമി ഈസ് മൈ ബർത്ത് റൈറ്റ്, എത്നിസിറ്റി ഈസ് മൈ ഐഡൻറ്റിറ്റി. സ്വവംശാധിഷ്ഠിതമായ തനതായ പൈതൃകവും പാരമ്പര്യവും പുലർത്തിപ്പോരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമുദായം അതേ രീതിയിൽ നിലനിൽക്കണമോ വേണ്ടയോ എന്ന ഒരു ചിന്തയാണ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ളത്. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നാം ഓരോരുത്തരും സ്വവംശാധിഷ്ഠിതമായ ഒരു സമൂഹമായി നിലനിൽക്കണമെന്നും തനതായ പൈതൃകവും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കണമെന്നും ഉള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. രണ്ടാമത്, ഇവിടെ മുൻ പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ നിന്നും വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട ഷൈനിയുടെയും രണ്ട് കൊച്ചുമക്കളുടെയും ദാരുണമായ അന്ത്യത്തിന് ഒരുപക്ഷെ ഷൈനിയുടെ ഭർത്താവിൻ്റെ കുടുംബത്തെയോ ഷൈനിയുടെ കുടുംബത്തെയോ നമ്മുടെ സഭാ നേതൃത്വത്തെയോ നമ്മുടെ സമുദായത്തിൻ്റെ കീഴിലുള്ള
ആശുപത്രി അധികാരികളെയൊക്കെ നമുക്ക് കുറ്റപ്പെടുത്തുവാൻ കഴിയും. പക്ഷെ വളരെ സന്തോഷം തോന്നുന്നു, എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരും നാം ഓരോരുത്തരും ഇതിൻ്റെ ഉത്തരവാദികളാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും സഹജീവികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കണമെന്ന് മാത്രം ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. വളരെ നന്ദി പ്രിയപ്പെട്ട ഡോക്ടർ ജോബി. അടുത്തത് ആശംസാ പ്രസംഗത്തിന് വേണ്ടി ജോർജ് കദലിക്കാട്ട് നീണ്ടൂരിനെ ക്ഷണിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം റെയിൽവേ ട്രാക്കിൽ പോയി കിടന്ന് ജീവൻ എടുക്കുക, ഒരു സ്ത്രീയുടെയും 2 കുഞ്ഞുങ്ങളുടെയും അതിരൂപമായ മരണത്തെക്കുറിച്ചും കൂടാതെ നമ്മുടെ സഭയുടെയും പോക്കും സമുദായത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ വലിയ പ്രാസംഗികനൊന്നുമല്ല. ഞാൻ ആദ്യമേ എന്നെ പരിചയപ്പെടുത്തിയേക്കാം. എൻ്റെ പേര് ജോർജ് കതിരക്കാട്ടിൽ. കോട്ടയം രൂപതയുടെ ക്രിമിനൽ ലിസ്റ്റിൽപ്പെട്ട നമ്പർ 1 പാർട്ടിയാണ് ഞാൻ. പിന്നെ ഇവിടെ അവറാച്ചൻ ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു, ഇവിടെ വരണം, നമ്മളൊരു മീറ്റിംഗ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു, നേരത്തെ പ്രസംഗിച്ചവർ. പക്ഷെ നമ്മളിങ്ങനെ ഈ കുറച്ച് വാട്സാപ്പും കാര്യങ്ങളൊന്നും പറഞ്ഞ് പോയതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് നടക്കാൻ പോകുന്നില്ല. ഇതിന് നമ്മളെല്ലാവരും ഒരിടവകയിൽ നിന്ന് കുറഞ്ഞൊരു 10 പേരെങ്കിലും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് ഇറങ്ങിയെങ്കിലേ ഉള്ളൂ ഈ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ, ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഇവരിപ്പം അതിക്രൂരമായൊരു വിധത്തിലാണ് നമ്മുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഇപ്പം മൂലക്കാട്ട് മെത്രാനാണേലും അതർ മൈക്കിൾ വെട്ടിക്കാരനാണേലും ഇവർ രണ്ടുപേരുടെയാണ് ഈ നശിപ്പിൻ്റെ മെയിൻ ആൾക്കാർ. വാ തുറന്നാൽ ഒരക്ഷരം നേര് പറയുകയില്ല. പിന്നെ ഇപ്പം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പം നീണ്ടുപള്ളിയുടെ ചരിത്രം തന്നെ പറയുകയാണെങ്കിൽ അവിടെ ഇല്ലാത്തൊരു പ്രശ്നമാണ് അവിടെ വന്നിരിക്കുന്നത്. ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ്. ഒരു വൈദികനോട് വന്നിട്ടുണ്ട്, അങ്ങേര് ഇരുന്ന സർവ്വ ഇടവകയും നശിപ്പിച്ചിട്ട് വന്നിരിക്കുന്നതാണ്. പിന്നെ ഇപ്പം നീണ്ടൂർ നശിപ്പിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല. പിന്നെ മൂലക്കാട്ട് മെത്രാനും മൈക്കിൾ വെട്ടിക്കാരനും വേണ്ടി ഒരു സാഹചര്യം അവിടെ ഒരുക്കി കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ പള്ളിക്കകത്തേക്ക് പൊതിയോ നടക്കാൻ സമ്മതിച്ചില്ല. അതിൻ്റെ പ്രത്യാഘാതമാണ് ഇപ്പം ഇങ്ങേരെ കൊണ്ടിവിടെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ ഞങ്ങൾ 150 പേര് ഒപ്പിട്ട് ഒരു നിവേദനം കൊണ്ട് കൊടുത്തിട്ട് ഇന്നിപ്പോൾ 10 മാസമായി. നമ്മുടെ നിയമസംഗ്രഹത്തിൽ പറഞ്ഞിരിക്കുന്ന ഇടവ വികാരി ഇടവ ജനങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെ പൊതുയോഗം കൂടിയേ തീർക്കുക. എന്നിട്ട് പറ്റുന്നില്ല എങ്കിൽ അരമനയെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിനെ തീരുമാനം ഉണ്ടാക്കണമെന്നുള്ള അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ജ്ഞാനായ സമുദായം എന്ന് പറയുന്നത് ഇപ്പം ഈ എൻഡോഗമസും ഈ സ്വവംശ വിവാഹനിഷ്ഠമൊക്കെ ഇപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ തന്നെ കേൾക്കുന്നത്. പക്ഷേ ഈ 1987 ഞാൻ ലിബിയയിൽ റിട്ടയറിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, മുന്തുബി എന്ന് പറയുന്ന കമ്പനി. അവിടെ വെച്ച് ഒരു ബിഷപ്പ്, ആ ബിഷപ്പിൻ്റെ പേര് ആദം ലിയാൻഡ്രോ എന്ന് പറയും. പുള്ളി ഇറ്റലിക്കാരനാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നഗരപ്പള്ളി ഉണ്ടായിരുന്നു, ഇറ്റാലിയൻ ചർച്ചായിരുന്നു. അതിൻ്റെ ഇത് അൾത്താറ് പൊളിച്ച് കൊണ്ടുവന്നപ്പോഴത്തേനും അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്ന വെഞ്ചരിപ്പിന് വേണ്ടി വന്ന അങ്ങേര് ഒരു ക്രിസ്മസ് ഡേയുടെ അന്നായിരുന്നു. അന്ന് ഞങ്ങളുടെ ക്യാമ്പിൽ വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് അവർ നമുക്ക് ജ്ഞാനായക്കാർക്ക് വരുന്ന റെസ്പെക്റ്റാണ്. അപ്പം ഞങ്ങളുടെ ക്യാമ്പിൽ വെച്ചായിരുന്നു അതിൻ്റെ റിസപ്ഷൻ നടന്നത്. അപ്പം എല്ലാ രാജ്യക്കാരും ഉണ്ട്. എല്ലാ രാജ്യക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയുടെ മെയിൻ മാനേജർമാർ എല്ലാവരും ഉണ്ട്. ക്രിസ്മസ് ബോണം നടത്താലെന്ന് പറയും. 25th ക്രിസ്മസിനാണ് നടന്നത്. അപ്പോൾ ഈ ബിഷപ്പുണ്ട്, 2 അച്ഛന്മാരുണ്ട്, സന്യാസിമാരുണ്ട്, ബാക്കി ബ്രിട്ടീഷുകാരുണ്ട്, ജർമ്മൻസ് ഉണ്ട്, ഇറ്റാലിയൻസ് ഉണ്ട്, പോർച്ചുഗീസുകാരുണ്ട്, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ BHELൻ്റെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ യൂണിറ്റ്സിൻ്റെ മാനേജർ ദത്തൻ സാറുണ്ടായിരുന്നു. പിന്നെ IRCC ഇന്ത്യൻ റോഡ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മാനേജർ ഒരു തോമസ് സാറുണ്ടായിരുന്നു. ബിഷപ്പ് ഇവരെല്ലാവരും കൂടി ഞങ്ങളവിടെ ക്രിസ്മസ് ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേനും ഇതിൻ്റെ ഹാങ്ങറായിട്ട് അനൗൺസ്മെൻറ്റ് കാര്യങ്ങളായിട്ട് മാനേജർ എന്നെ വിട്ടു. അയാളുടെ പേര് ഫിറേലോ എന്ന് പറയും, ഫിറേലോ. പുള്ളി അവിടെ നിന്നുകൊണ്ട് ഇത്രയും പറഞ്ഞു: ഓജി പ്രോഗ്രാം എത്തൂത്ത് കുമ്മന്തക്കും കൊല്ല റെഗാസ് ഇതല്ല ഇന്ത്യാനോ കൊയ്സനോമേ ഇത് ജോർജോ. അതായത് ഇന്ത്യക്കാരൻ ഒരു ജോർജ് എന്ന് പറഞ്ഞ ആളാണ് ഇന്നത്തെ പ്രോഗ്രാം ഇത് അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പ്രസംഗിക്കുക. അപ്പോൾ ബിഷപ്പ് അവിടെ ഉണ്ട്, ഇതിനപ്പുറത്ത് ഇവരെല്ലാവരും ഇരിപ്പുണ്ട്. 2 അറബികളുണ്ട്, ഒരാളൊരു കേണലുണ്ട് യൂസഫ് തബ്രി, പിന്നെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നൊരു എഡ്യൂക്കേഷൻ മിനിസ്റ്ററുണ്ട്. അവരിപ്പം വർക്കിൻ്റെ ഇത്. അപ്പോൾ ഈ പല കമ്പനികളുമായിട്ട് ഞങ്ങളുടെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ എർത്ത് മൂവിങ് വെഹിക്കിൾസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം ട്രാൻസ്ലേഷന് ഇവരെന്നെ വെച്ചോണ്ടിരുന്നു. നിങ്ങൾ സമയം പോയി കാണും, ഞാനിത് ഒന്ന് ചുരുക്കി പറഞ്ഞു നിർത്തുക. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓരോ ടോക്കൺ ഓരോരുത്തരും കൊടുത്തു പ്രസംഗിക്കാനായിട്ടുള്ള. ഇതിപ്പോൾ ഞാൻ മാനേജർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിത് കൊടുത്തു കഴിഞ്ഞപ്പം
ഈ ബ്രിട്ടീഷുകാരോടും ജർമ്മൻസിനോടും അവരോടൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു. പിന്നെ ഈ രണ്ട് അറബികൾ, അവരത്ര എക്സ്പേർട്ട് ഒന്നും, അവർ അറബി അത് പറയുന്നത്. ഈ കേണലിനോടും മറ്റേ മിനിസ്റ്ററോടും ഞാൻ ചെന്ന് അവരോട് അറബി പറഞ്ഞു, നിങ്ങളുടെ നമ്പർ എത്രയാണ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ദത്തൻ സാർ വന്നു, ഇത് ബീജനിൻ്റെ, അങ്ങേരോട് ഞാൻ ഹിന്ദി പറഞ്ഞു. തോമസ് സാറിനോട് പറഞ്ഞു. തോമസ് സാറ് ലാസ്റ്റ് ഇതെല്ലാം കൂടെ കൂടി വെച്ചങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. അത് മലയാളത്തിൽ പറഞ്ഞു. എന്നാൽ ഈ ബിഷപ്പ് എന്നോട് ചോദിച്ചു, എന്നെ പതൊക്കെ വിളിച്ചതിന് ചോദിച്ചു, തീർച്ചയായും ഇന്ത്യ ഗ്വാല പാർത്ത്, നീ ഇന്ത്യ ഏത് ഭാഗത്ത്? ഞാൻ പറയാം ചോദിച്ച സ്വത്തം എല്ലാവരും കൊലക്കെ ചിത്ത, നീ ഏതാ സിറ്റി ഏതാന്ന് ചോദിച്ചു, സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചു. കേരള ചോദിച്ച പസാത്തതില തൂ കൊണോഷിച്ച അഭ്യാമൊന്ന് ചിത്ത കോവളം കോവളത്ത് വന്നാവും കന്തയ്യ വരുത് പ്രീത്ത. പുള്ളി വൈദികനായിരുന്ന സമയത്ത് പുള്ളി അവിടെ വന്നിട്ടുണ്ട്. എല്ലാ വെസ്കോവ ശരീരത്തില കോട്ടയം, അതായത് നമ്മുടെ മെത്രാനിരിക്കും വെസ്കോ എന്ന് പറഞ്ഞ പിതാവിന് പറയുന്നത് കോട്ടയം. ഇത് പറഞ്ഞു വെച്ചിട്ട് പുള്ളി എന്നോട് പറഞ്ഞു ബ്രാവോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് പിന്നെ മിടുക്കൻ ഉള്ള എന്ന് പറഞ്ഞിരുന്നു വെച്ചിട്ട് ഈ ബിഷപ്പ് അവിടെ പ്രസംഗിക്കാൻ കയറി. അന്നാണ് ഈ ജ്ഞാനായുടെ ഇതെന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നത്. ഈ ബിഷപ്പ് അവിടെ പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ ഒരു 10-60 പേരുണ്ട്, വിത്ത് ഫാമിലിയാണ് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ ബിഷപ്പിൻ്റെ പേര് ആദം ലിയാൻഡ്രോ എന്നാണ് അങ്ങനെ പേര്. അങ്ങേര് കയറി പ്രസംഗിച്ചപ്പോഴത്തേനും ബാക്കി കാര്യങ്ങളെല്ലാം ആൾക്കാർ കൊണ്ട് കഴിഞ്ഞു. ഇതെല്ലാം അവിടെ പറഞ്ഞു, അവർക്ക് സംബന്ധമായ കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് വെച്ചിട്ട് പുള്ളി ലാസ്റ്റ് പറഞ്ഞു, ഈ വിശ്വനെ പള്ളാറെ പോക്ക് കൊല റഗാസ് ജോർജ്, എന്നെക്കുറിച്ച് ചിലപ്പോൾ പറയാനുള്ളത് പൈസ ഇൻ ഇന്ത്യ കമാരത് കേരള കോട്ടയം, അതായത് കേരളത്തിൽ കോട്ടയം എന്നുള്ളത്. മീ റിലിജിയോണ് കമ്മ്യൂണിറ്റി ദല്ല ഗ്രാനായ. അത് പുള്ളി എന്നോട് പ്രത്യേകം ചോദിച്ചു, കേരളത്തിൽ ഒരുപാട് റിലീജിയൻ ഉണ്ട്, ഏതിൽപ്പെട്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജ്ഞാനായ എന്ന് പറഞ്ഞു. അപ്പം നമ്മളെക്കുറിച്ച് ഈ ബിഷപ്പ് അന്നേരം പറഞ്ഞതാണ് വാക്കുകളാണിത്. ഈ കൊണോഷ് ബേനെ കൊല റിലീജിയോൺ ഇത് ജ്ഞാനായ. എനിക്ക് ഇവരെ നന്നായിട്ടറിയാം. നോ ഫാമിലി സാങ്ങുവേ, അവരുടെ രക്തബന്ധത്തിൽ നിന്നും മാത്രമേ അവർ കല്യാണം കഴിക്കുകയുള്ളൂ. അന്നാണ് ഞാനിത് കേൾക്കുന്നത്. 1987 ഇത് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങേര് പറഞ്ഞെന്നറിയോ, അന്നോ സേംബ്ര അക്കോർദക്കും ലോറോ. കാരണം അവർ തമ്മിൽ പരസ്പരം ഭയങ്കര ബന്ധങ്ങളാണ്. അവരൊരു കാരണവശാലും അവർ വിട്ടുപിരിഞ്ഞ് നിൽക്കുന്നൊരിതില്ല. അത്രയും കമ്മ്യൂണിറ്റി നൊച്ചൂന വേരെ ഇൻ ഇന്ത്യ ഇൻ ക്രിസ്ത്യാനോ. ഇത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കൊരു പേരുണ്ടാക്കി കൊടുക്കുന്നവരാണ്. പെറോ നോനെ റീകോലോറോ, അവരൊരുപാട് ധനവാന്മാരല്ല. പോയിച്ച് അഭ്യാമ ഉണതി കോസ ദോവേച്ച സോണ ഉന പാർത്ത delle tecniche elettriche കൊലക്ക പാർത്ത അഭ്യാമ സോള ഊനോ കമ്മ്യൂണിറ്റിയിലെ ജ്ഞാനായ. അതായത് ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അവിടെ ഒരു ജ്ഞാനായക്കാരൻ കാണും. ഈ ബിഷപ്പ് എന്നാലും പറഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇവർ അങ്ങേര് വേറൊരു ഭാഷ പറഞ്ഞെന്നറിയാം. ദേവി സന്ധിരെ ഉണതി കോസ ക്വാന്തോ ലോറോ അന്താരെ കൊലക്ക പാർത്തെ തൂത്തില മോന്തോ. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും നോ വോളിയ ഇബ്രാറെ ലോറ ലിംഗ്വദിഷുവൽ, അതായത് അവർ ആ ചെല്ലുന്ന ആ രാജ്യത്തെ ഭാഷ അവർ പഠിച്ചെടുക്കും. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ഇത്തറ്റം വരെ നമുക്കൊരു റെസ്പെക്റ്റ് ഇവിടെ വത്തിക്കാനിൽ കിട്ടിയിരിക്കുന്നു. അങ്ങേരെന്ന് വത്തിക്കാനിലെ ഒരു ബിഷപ്പ് അങ്ങേര് ആദം ലിയാൻഡ്രോ. അപ്പം ഇത്രയ്ക്കും വിലയും കാര്യങ്ങളും ഞാൻ അന്നാ മനസ്സിലായി. ആ ഉള്ള നമ്മളെയാണ് ഇന്ന് ഈ ബിഷപ്പ് കൊണ്ട് സീറോയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സമയം അത് ഞാൻ തൽക്കാലം നിർത്തുവാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഗ്രൂപ്പും കാര്യങ്ങളും നോക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുക. ജയിക്കാനായ നന്ദി ജോർജേട്ടൻ്റെ പേഴ്സണൽ അനുഭവങ്ങളിലൂടെയും ജ്ഞാനായത്തിൻ്റെ ആ ശക്തി എന്താണെന്ന് ജോർജേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ചുള്ള ഒരു മുന്നേറ്റമാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് ഇനി വേണ്ടത്. ഇനി ഒരു ഇൻട്രാക്ഷൻ സെക്ഷനാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിപ്രായങ്ങൾ പറയാം. ധൈര്യമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ അഭിപ്രായങ്ങൾ ധൈര്യമായിട്ട് പറയാനായിട്ടൊരു അവസരമാണ്. അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പല കേസുകളും പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നടന്നു. നമ്മൾ ഇങ്ങനെ കുറച്ച് മീറ്റിംഗ് കൂടും, എന്നിട്ട് തോന്നിയപാട് ആ കേസുകൾ ഇങ്ങനെ വലിഞ്ഞു നീണ്ടു പോവുകയാണ്. കാരണം അവരുടെ കൈ കാശ് ഇഷ്ടം പോലെ ഇരിക്കുകയാണ്. എങ്ങനെ നമുക്ക്, അതായത് നമ്മുടെ തന്നെ നേർച്ചക്കാശ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത്,
ദേ ഡോണ്ട് കെയർ. നിങ്ങൾ കേസിൽ പോകും, എന്ത് കേസ് വേണമെങ്കിലും പോകും, എവിടെ വേണമെങ്കിലും പോകും. ഈ അവസ്ഥയിൽ ഹൗ ക്യാൻ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യം. ഞാനാണെങ്കിൽ പറയും 2-3 കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾക്ക് തീരുമാനം ആകുന്നത് വരെ ദയവ് ചെയ്ത് ഈ പള്ളിക്കാർ കൊണ്ട് അരമനെ കൊണ്ട് തിരട്ട് കൊടുക്കുന്ന പരിപാടി നിർത്തുക. പൈസ കൊടുക്കാതിരിക്കുക ഇവർക്ക്. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സജഷൻസ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കൈപൊക്കാം, അതല്ലെങ്കിൽ അടുത്തയിലേക്ക് കിടക്കും. ഞാൻ കുറുമുള്ളൂർ പള്ളിയുടെ കൈക്കാരനായിരുന്നു ഒരു 2 വർഷം മുമ്പേ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ മാത്രം 1-2 പേര് വിചാരിച്ചാൽ മാത്രം തെറ്റ് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു പൊതുയോഗം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ പൊതുയോഗത്തിൻ്റെ തീരുമാനത്തിന് ഒരു 2 പേരെങ്കിലും അതിനെ അഗ്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാതിരിക്കാം. കാരണം അതിനകത്ത് എഴുതി വെക്കണം 2 പേരുടെ വിയോഗക്കുറിപ്പോട് കൂടി കൊടുക്കാൻ പറ്റത്തില്ല എന്ന് എഴുതി വെക്കാം. പക്ഷേ ഭൂരിഭാഗവും പള്ളികളിൽ അത് നടക്കുന്നില്ല. കുറേ പേര് പറയുന്നു ശരി എന്ന് പറഞ്ഞൊരു കൈ അങ്ങ് പൊക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം കൂടെ പുറകിലിരുന്ന് കൈയടിക്കുന്നു. അതിന് മുമ്പേ തന്നെ അവർ പാരിഷ് കൗൺസിൽ തീരുമാനിച്ചു കഴിഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞാണ് പൊതുയോഗത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇത്രയും പേര് മാത്രം വിചാരിച്ചാലൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പറഞ്ഞു. ഇപ്പം ഞാനാ പറയാൻ പോകുന്നത്. ആരാണെന്നറിയാം? കുറുമുള്ളൂർ റോയിയാണ് പറയാൻ പോകുന്നത്. അപ്പം ഞാനിപ്പം ഇനി അടുത്ത് വരുന്ന, എൻ്റെ പേര് റോയ് തോമസ് തട്ടാമ്പറമ്പൽ എന്ന് പറയും. അത്യാവശ്യം അറിയുന്നവർ TTR എന്നും പറയും ചുരുക്കത്തിൽ. അപ്പം ഞാനിങ്ങനെ പല കാലഘട്ടമായി കുറുമുള്ളൂർ പള്ളിയോട് അതുപോലെ എല്ലാ ഇടവകയിൽ നിന്നും തിരട്ട് കൊടുക്കുന്നുണ്ട്, അരമനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊടുക്കുന്നുള്ള കാര്യം നമുക്ക് കൊടുക്കുന്നുണ്ടെന്നറിയാം, വർഷത്തിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്നറിയാം. ഈ കൊടുത്തു കഴിഞ്ഞിട്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നെന്ന് ഞങ്ങളെ അറിയിക്കുന്നില്ല. അതിപ്പോൾ അടുത്ത തിരട്ടിഞ്ഞ് വരട്ടെ എന്നാലും ചോദിക്കും. ഒത്തിരി വർഷത്തെ കാര്യം ചോദിക്കാൻ, അടുത്ത കഴിഞ്ഞ 10 വർഷത്തെ കാര്യം തിരട്ട് കുറുമുള്ളൂർ പള്ളിയിരുന്ന് കൊടുത്തതിൻ്റെ എവിടെ അത് വിനിയോഗിച്ചു ഞങ്ങളറിയാൻ ബാധ്യസ്ഥരാ. വേറേറ്റ് ലിസണോ ഞങ്ങളറിയാൻ ഞങ്ങൾ കൊടുത്ത പൈസ എവിടെ വിനിയോഗിച്ചെന്ന് അറിയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാ. ഇടയിലങ്ങനം വായിക്കുന്നുണ്ടല്ലോ, ഇടയിലങ്ങനം വായിക്കുമല്ലോ ആവശ്യം നേരത്തെ. പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് കൺക്ലൂഷൻ, ഇതെല്ലാവരും ബാധിക്കുന്ന ഒരു കേസ് കേട്ടോ. 144 ഇടവകയും ബാധിക്കുന്ന ഒരു കേസ് കേട്ടെ. ഞാനൊരു ചുരുക്കത്തിലങ്ങ് പറയുക, നമ്മൾ കൊടുക്കുന്നതിന് നമുക്കതിൻ്റെ ഫീഡ്ബാക്ക് റിപ്പോർട്ട് കിട്ടണം. അണ്ടിൽ അൺലസ് ഞങ്ങൾക്ക് ഈ വർഷം കിട്ടിയില്ല എങ്കിൽ 10 വർഷം ഞങ്ങൾ ഡിമാൻഡ് ചെയ്യും. 10 വർഷം സിംപിളി. അത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ചോദിക്കോ. ഒരാൾ പറഞ്ഞ് വിയോജിപ്പുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഞങ്ങൾ ഒപ്പോസ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഞങ്ങളിവിടെ നമ്മുടെ കുടവത്താനം പള്ളിയിൽ മീറ്റിംഗ് കൂടിയാണല്ലോ നമ്മുടെ KCCയുടെ. ഞാൻ അന്ന് ഒരു കാര്യം ചോദിച്ചായിരുന്നു. ഒരു അച്ഛൻ കിടന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു കൊച്ചച്ഛനാ, ഒരു 10-35 വയസ്സ് കാണും. ഒരു അച്ഛൻ കിടന്ന് അവിടെ കിടന്ന് അവിടെ എല്ലാം മൊത്തം കാർത്താസ്, കൊച്ചക്കുന്ന്, അവിടെ മൊത്തം അവരെല്ലാം മറച്ചു വെച്ചിരിക്കുകയെന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചു, 144 പള്ളിക്കകത്ത് ഏതെങ്കിലും ഒരു ജ്ഞാനായ പെണ്ണുങ്ങൾക്ക് ഒരു നേഴ്സിംഗ് പഠിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു. അന്നേരം മൈക്കിൾ കെട്ടിക്കാണ് പുറകെ ഇപ്പം ഉണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇവിടെ 360 ഡോക്ടർമാർക്ക് ജോലി കൊടുത്തിട്ടുണ്ടെന്ന്. അതിൻ്റെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുത്തിരിക്കുന്നല്ലോ. അത് എന്നാൽ ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഹൈനി എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിക്കാരത്തി മരിക്കില്ലായിരുന്നല്ലോ. ഞാൻ ചോദിച്ചതാ, അത്ര ആൾക്കാരുടെ മുമ്പ് വെച്ച് ഞാൻ ചോദിച്ചതാ. പിന്നെ ഇവരൊന്നും മിണ്ടാനില്ല. അവർക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ അത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു നേർച്ചയിടാൻ പോലും പോവല്ലേ ഇവരുടെ ഈ പരിപാടിക്ക്. തമാശ പറയല്ലേ എൻ്റെ പൊന്നോ. താങ്ക് യു ഓൾ. ഈ അവസരത്തിൽ നന്ദി വാക്ക് പറയുന്നതിന് മുമ്പ് എൻ്റെ വ്യക്തിപരമായ ഒരു നന്ദിയും ഒരാകുലതയും ഒരു പരാതിയും ഞാൻ ഇവിടെ വയ്ക്കുകയാണ്. അത് മറ്റാരോടുമല്ല, മീഡിയക്കാരോടാണ്. മീഡിയക്കാരോട് ഒരപേക്ഷയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയം ഇത്രയെങ്കിലും എത്തിയത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വാട്സപ്പുകളായിക്കോട്ടെ, നിങ്ങൾ ഓരോരുത്തരും ചെയ്തപ്പോൾ അവിടെ നിന്ന് ഒരു തെളിയുന്നുണ്ട്. മോശമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ സത്യസന്ധമായ ഒരു നിലപാടിൽ അന്വേഷണങ്ങളും, ഇവിടെ വന്നിരിക്കുന്നവരോട് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ വലിയ മാധ്യമങ്ങളൊക്കെ ഉണ്ട്. അത് മനോരമയുണ്ട്, ദീപികയുണ്ട്, അങ്ങനെ പല വലിയ വലിയ മാധ്യമക്കാരുണ്ട്. ഒരൊറ്റ എണ്ണം ഈ വിഷയത്തിൽ ഒന്നും പറഞ്ഞില്ല. ഇവരെല്ലാവരും ഈ നെക്സസിൻ്റെ കീഴിൽ ആ പിടിയിലാണ്.
അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു നല്ല മീഡിയ നിങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം എടുത്ത് പറയും, ഈ നിങ്ങളിലൂടെയാണ് ഇതിനി കത്തി 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 അതിൻ്റെ ആ ഒരു എന്നാ പറയുക, കുടുംബിക്ക് കയറി പിടിച്ചത് അമർത്തിയെടുക്കണം. അതല്ലെങ്കിൽ ഇത് കെട്ടുപോകും, ഇത് ഇവർ കെടുത്തും. അതിന് മാത്രം ശക്തരാണ്. അതുകൊണ്ട് ഇത് കെടാതിരിക്കണം. ഈ തീയിൽ നിന്നും ഒരു വലിയ തീയായി മാറി ഇങ്ങനെയുള്ള ഈ ശപിക്കപ്പെട്ട ജന്മങ്ങൾ ഇനിയും തല പൊക്കാത്ത രീതിയിൽ ഇതൊരു ജ്വാലയായി മാറാൻ നിങ്ങളും കൂടി സഹായിക്കണമേ എന്ന് പ്രത്യേകമായി അപേക്ഷിച്ചുകൊണ്ട് കൃതജ്ഞതയ്ക്കായി ട്രഷറർ. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ KCSൻ്റെ ജനറൽ സെക്രട്ടറി എബ്രഹാം പുതിയടത്തുശ്ശേരി, സ്വാഗത പ്രസംഗം പറഞ്ഞ ബുജി, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ജ്ഞാനായ സഹോദരങ്ങളോടും ഇവിടെ വന്ന് ഇത് വിജയിപ്പിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ പേരിലും KCSൻ്റെ പേരിലും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യോഗം പര്യവസാനിച്ചിരിക്കുന്നു. നന്ദി ആൻഡ് ഗുഡ് നൈറ്റ്.